എന്നും സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ മകളെ ഓർമ്മിപ്പിക്കും, നിനക്ക് ക്ലാസ്സിൽ 3-ാം സ്ഥാനമായിരിക്കണം. ഒരിക്കൽ ഇത് കേട്ട് നിന്ന സുഹൃത്തിന് പോലും സംശയമായി. നിങ്ങൾ എന്തിനാണ് മകളെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? നിങ്ങളുടെ മകൾ എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ഒന്നാമതാണല്ലോ, ഇതെങ്ങനെ സാധിക്കുന്നു? അമ്മ പറഞ്ഞു, അവൾ എന്നെ നന്നായി അനുസരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 1-ാം സ്ഥാനം ഈശ്വരനും 2-ാം സ്ഥാനം സഹപാഠിക്കും കൊടുക്കാനാണ്. അവൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ എന്നും ഒന്നാമതാണ്. മറ്റുള്ളവരെ തോൽപ്പിച്ചാൽ മാത്രമേ സ്വയം ജയിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിക്കുന്ന മത്സര പരീക്ഷകളും പഠന രീതികളും ഒരു ജേതാവിനെയും സൃഷ്ടിക്കുന്നില്ല. എന്നും രാവിലെ അപരനെ തോൽപ്പിക്കണമെന്ന വിചാരവുമായി ഇറങ്ങുന്നവർക്ക് എങ്ങനെയാണ് ക്രിയാത്മക ചിന്തയുണ്ടാകുന്നത്? എങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനാകുന്നത്? പരാജയപ്പെടുത്താൻ ഇറങ്ങുന്നവരുടെ മനഃശാസ്ത്രം ഭീതിയും അസൂയയും ശത്രുതയുമായി ബന്ധപ്പെട്ടതായിരിക്കും. സ്വന്തം പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അന്യന്റെ മത്സരക്ഷമത തകർക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും. ലക്ഷ്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിന്റെ ഗുണനിലവാരവും പ്രവർത്തന രീതികളും മാറും. അതിജീവന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. അവരെ ബഹുമാനിക്കുന്നതും അവർക്ക് വേണ്ടി ഒന്ന് മാറി നിൽക്കുന്നതുമാകും ജീവിതത്തിന്റെ ധന്യ നിമിഷം. പ്രിയമുള്ളവരെ, ജയിക്കാനായി മാത്രം ഓടുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി ഓടുന്നവരുമുണ്ട്, തോൽക്കാതിരിക്കാൻ ഓടുന്നവരുമുണ്ട്. എന്തിനു വേണ്ടി ഓടുന്നു എന്നതുപോലെ പ്രധാനമാണ് എങ്ങനെ ഓടുന്നു എന്നതും.